ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ നമുക്ക് നന്നായി കഴുകി മീഡിയം സൈസ് പീസസ് ആയിട്ട് മുറിച്ച് അതിൽ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ചേർത്ത് നന്നായി പുരട്ടി 1 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. 1 മണിക്കൂറിന് ശേഷം ചിക്കൻ എടുത്ത് ഒരു സോഫ്റ്റായ രീതിയിൽ തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ല ക്രിസ്പിയായ രീതിയിലേക്ക് മാറ്റണ്ട, ഒരു സോഫ്റ്റായ രീതിയിൽ തന്നെ നമുക്കതിനെ വറുത്തെടുക്കാം, ഗ്രേവിയാക്കി എടുക്കാം. അതിനായി സവാള നന്നായി വഴറ്റിയെടുക്കുക. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിലോട്ട് ചിക്കൻ മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി അതിൽ അല്പം വെള്ളം ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം ചിക്കനും കൂടെ ചേർത്ത് ഗ്രേവിയാക്കി എടുക്കാം. ഇനി നമുക്ക് റൈസ് വെക്കാം. അരി നന്നായി കഴുകി ഒരു 20 മിനിറ്റ് കുതിരാൻ വെക്കാം. ഈ സമയത്ത് മല്ലിയില ചെറുതായി അരിഞ്ഞെടുക്കാം. ഉള്ളിയും വറുത്തെടുക്കാം. കാഷ്യൂവും മുന്തിരിയും വറുത്തെടുക്കാം. ഇനി റൈസ് വെക്കാനായിട്ടുള്ള വെള്ളം ബോയിൽ ചെയ്യാൻ വെക്കാം. അതിലോട്ട് ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനെയുള്ള എല്ലാ സ്പൈസസും ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം അതിലോട്ട് അരിയിട്ട് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരി വെന്ത് കിട്ടും. ഒരു 20 മിനിറ്റൊക്കെ ആവുമ്പോഴേക്കും അരി വെന്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഒരു പരുവം അനുസരിച്ച് നമുക്കത് വാർക്കാവുന്നതാണ്. ഇനി നമുക്ക് ചോറ് ദം ചെയ്യാനായിട്ട് ലെയർ ചെയ്യാം. ആദ്യം അല്പം ചോറിടുക, അതിന് മുകളിൽ ചിക്കൻ്റെ ഗ്രേവി ചേർക്കുക, വീണ്ടും അല്പം ചോറിടുക, പിന്നെ ചിക്കൻ്റെ ഗ്രേവി ഇടുക. അതോടൊപ്പം എസൻസും കാഷ്യൂവും മുന്തിരിയെല്ലാം ചേർത്ത് കൊടുക്കാം. ഒപ്പം മഞ്ഞൾപ്പൊടിയിൽ അല്പം പാലും കൂടി ചേർത്ത് ഒരു കളർ കിട്ടാൻ വേണ്ടി അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ചോറ് മാറ്റി നമുക്കവിടെ നെയ്യിട്ട് കൊടുക്കാം. ഇനി അത് നന്നായി അടച്ച് മൈദമാവ് വെച്ചിട്ട് സൈഡെല്ലാം ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് ദം ചെയ്യാൻ വെക്കാം.